കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പിരിവ് ഒഴിവാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് സജീവ ചർച്ചയാകും. നേട്ടം അവകാശപ്പെട്ട് 3 മുന്നണികളും രംഗത്തുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി അറിയിച്ചു. ടോൾ പിരിവ് നിർത്തിയ ഉത്തരവിന് പിന്നാലെ BJP പ്രവർത്തകർ കഴിഞ്ഞ രാത്രി ആഹ്ലാദ പ്രകടനം നടത്തി. വിത്തിൻ 48 hours അത് സ്റ്റോപ്പ് ആക്കിയിട്ട് തരും എന്ന് ഉറപ്പായിട്ടുള്ള നിർദ്ദേശനം ഇപ്പോൾ ജസ്റ്റ് എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർജിക്ക് നിതിൻ ഗഡ്കരിജി ഓഫീസിൽ നിന്ന് നേരിട്ട് നിതിൻ ഗഡ്കരി വിളിച്ചിട്ടായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ആരിക്കാടി ടോൾ പ്ലാസ ഇനി ഉണ്ടാവുന്നില്ല. ജനങ്ങൾക്ക്, മഞ്ചേശ്വര ജനങ്ങളും അതേപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BJP കൂടെ ഉണ്ടാവൂ എന്ന് ഉറപ്പായിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടോൾ പ്ലാസ വന്ന മുതലാണ്, മീൻസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ മുതലാണ്, ഒരു 8 മാസം മുമ്പാണ് നമ്മൾ ടോൾ പ്ലാസ ഇവിടെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നിരവധി ലെറ്റേഴ്സാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനും അതേപോലെ സ്റ്റേറ്റ് ഘടകത്തിന് നമ്മളെ പാർട്ടിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിൻ്റെ നിരന്തരമായിട്ടുള്ള എഫേർട്ടും അതേപോലെ അദ്ദേഹം നിതിൻ ഗഡ്കരിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിൻ്റെ ഒപ്പം സംസാരിച്ചിട്ടായിട്ട് നമുക്ക് ഇവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട് ഈ ടോള്. ബിക്കോസ് 60 കിലോമീറ്റേഴ്സിൻ്റെ അണ്ടറിൽ 2 ടോള് കെട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ടോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് സർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമായിട്ട് ഇന്ന് നമുക്ക് ഒരു നല്ല വാർത്തയാണ്. അപ്പോൾ ഫയൽ സൈൻ ചെയ്തിട്ടായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചക്കാകുമ്പോൾ ഓർഡർ കിട്ടും. അതേപോലെ നാളെ വിത്തിൻ 48 hours ഈ ആരിക്കാടി ടോൾ പ്ലാസ ഇവിടുന്ന് ക്ലോസ് ആവുന്നുണ്ട്. വിവരങ്ങളുമായി KV ബൈജു, ഈ കുമ്പള ആരിക്കാടിയിലെ ടോൾ സത്യത്തിൽ ഒരു വലിയ തിരിച്ചടി ആവും എന്നിടത്തുനിന്ന് ഇപ്പോൾ ഓരോരുത്തരും അത് അവരുടെ നേട്ടമായി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഷേധക്കാർ തങ്ങളുടെ വിജയമാണെന്ന് പറയുന്നു. BJP പറയുന്നു ഇതാ 24 മണിക്കൂറിനകം തന്നെ അടച്ചുപൂട്ടിയത് ഞങ്ങളുടെ കഴിവാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമായി ഇത് നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവ ചർച്ചാ വിഷയമായിരുന്നു ഈ കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവ്. BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ടോൾ പിരിവിനെതിരെ ശക്തമായ സമരവുമായി രംഗത്തുണ്ടായിരുന്നു. പ്രധാനമായും AKM അഷ്റഫ് MLA ആയിരുന്നു മുന്നിൽ നിന്ന് ശക്തമായ സമരം നയിച്ചത്. അറസ്റ്റ് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ സമരം അക്രമാസക്തമാകുന്നതും ടോൾ പിരിവിനെതിരെ വലിയ തോതിൽ ജനങ്ങൾ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ BJP തുടക്കത്തിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലായ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഇതാ മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്ന തീരുമാനിച്ചതോടുകൂടി ഈ ഒരു വിഷയം അത് പൂർണ്ണമായും അവർ ഒരു ടോൾ പിരിവ് അവസാനിപ്പിച്ച് ആ ഒരു വിഷയം ഇല്ലാതാക്കിയ മാത്രമല്ല അതിന്റെ നേട്ടം, ഈ ടോൾ പിരിവ് അവസാനിപ്പിച്ചതിന്റെ നേട്ടം സ്വന്തമാക്കുക എന്നാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ K സുരേന്ദ്രനാണ് ഇതാദ്യമായി ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ആരിക്കാടിലെ ടോൾ പിരിവ് കേന്ദ്രം നിർത്തലാക്കാൻ ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു എന്ന് അദ്ദേഹം ആദ്യം തന്നെ ഈ പോസ്റ്റ് ഇടുന്നു. അതിന് തൊട്ടു പിന്നാലെ BJP ജില്ലാ അധ്യക്ഷ ടോൾ ബൂത്തിന് സമീപമെത്തി അവിടെ നിന്നും പ്രഖ്യാപനം നടത്തുന്നു. അതോടൊപ്പം അവിടെ BJP പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനവും നടത്തുന്നു. ഇപ്പോഴേ ആ വിഷയം ചർച്ചയാവുന്നു എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് അവർ മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ തന്നെ മറ്റ് CPM-നെതിരെയും ശക്തമായി ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്തായാലും ഈ UDF പറയുന്നത് അവരുടെ സമരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് അവസാനിപ്പിച്ച് നിർത്തേണ്ടി വന്നത് എന്ന കാര്യം അവർ ഉന്നയിക്കുന്നു. BJP ആണെങ്കിൽ BJP ഇടപെട്ട് നേരിട്ട് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ച് ആ ടോൾ പിരിവ് അവിടെ നിന്നും ഒഴിവാക്കാനുള്ള നടപടി എടുത്തു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയം അത് കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വാശിയേറിയ മത്സരമാണ്. വിജയത്തിനപ്പുറം ഒന്നുമില്ല. അത്രത്തോളം ശക്തമായ മത്സരമായിരിക്കും മഞ്ചേശ്വരം നടക്കുക. സുരേന്ദ്രൻ നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു. പരിപാടികളിലെല്ലാം പങ്കെടുത്തു തുടങ്ങി. ഇപ്പോൾ ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ച് സുരേന്ദ്രന്റെ പ്രവർത്തനം ആരംഭിച്ച ഒരു ഘട്ടമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകരുത് എന്നതുകൊണ്ട് കൃത്യമായി ഇടപെട്ട് BJP ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരു വിഷയം പ്രഖ്യാപിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ ഇനി പ്രസ്താവനകൾ വരാനുണ്ട്. നിലവിൽ അവർ ഇതുവരെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് BJP ആയിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ഒരു ടോൾ പിരിവിനെതിരെ ടോൾ സ്ഥലത്ത് ആരിക്കാടിയിൽ
വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അതിലെല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വരും, വലിയ തോതിൽ ചർച്ചയായി വരും. കാരണം വികസനം ഉയർത്തിക്കാട്ടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തെങ്കിൽ ഈ ടോൾ പിരിവ് വലിയ തോതിൽ അവരെ ബാധിച്ചിരുന്നു. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ വികസനം എന്ന് വെച്ചാൽ അത് ദേശീയപാത തന്നെയാണ്. ഈ 1ാം റീച്ചിൽ മഞ്ചേശ്വരം മുതൽ ചെങ്കള വരെ, അതായത് കാസർഗോഡ് മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ആ വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു BJP തുടക്കത്തിൽ തീരുമാനിച്ചെങ്കിൽ വലിയ കല്ലുകടിയായി ഈ ഒരു ടോൾ പിരിവ് മാറിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ആദ്യം ആ ഒരു ടോൾ പിരിവ് ഒഴിവാക്കുക, ആ വിഷയം അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു രീതിയിൽ BJP ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും BJP ഇപ്പോൾ ആ വിഷയം അവർക്ക് അനുകൂലമായ രീതിയിൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം സമരം നടത്തി നിരവധി തവണ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ രീതിയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമൊക്കെ സംഘടിപ്പിച്ച ഈ AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവരും അത് ആ വിഷയം അവകാശവാദമായി അവരുടെ വിജയമായി എന്തായാലും അത് കൊണ്ടുവരും. അതായത് ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത്. അത് ന്യൂസ് 18 ആയിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നത്. ടോൾ സമരത്തിനെതിരെ ശക്തമായി അദ്ദേഹം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വലിയ വിവാദങ്ങൾ ചർച്ചകളൊക്കെ ഇടയാക്കിയ ഈ ഒരു ടോൾ പിരിവ് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ആ ഒരു ടോൾ പിരിവ് ഇന്നു മുതൽ അവസാനിപ്പിക്കുമെന്നാണ് അശ്വിനി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് 48 മണിക്കൂറിനകം ടോൾ പിരിവ് ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്നു മുതൽ ഉണ്ടാകില്ല. അത് കുമ്പള, ഈ മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ്, ഈ 2 മണ്ഡലങ്ങളിലെ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇതിൽ വലിയ തോതിൽ നിഷ്പക്ഷമായ ആളുകളൊക്കെ വലിയ തോതിൽ BJPക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ BJPക്ക് ഈ വിഷയം അനുകൂലമായി വന്നിരിക്കുന്നു എന്ന് വേണം ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങളെ കാണാൻ. ഏതായാലും അത് സജീവ ചർച്ചയാവും. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മുന്നണികളും ഇത് സജീവ ചർച്ചയായി തന്നെ വരും ദിവസങ്ങളിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.